ഏതു യുദ്ധവാർഷികവും ദുഃഖവാർഷികം കൂടിയാണെന്ന് മലയാളിയെ ഓർമ്മപ്പെടുത്തിയത് ഒ.വി. വിജയനാണ്. യുക്രൈൻ റഷ്യ യുദ്ധം 1000 നാളുകൾ പിന്നിടുമ്പോൾ ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും മാരകമായ പോരാട്ടത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അടിക്കടിയുള്ള യുദ്ധം യുക്രൈന്റെ സമ്പദ് വ്യവസ്ഥയെ ഗണ്യമായി ദുർബലപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്. യുണൈറ്റഡ് നേഷൻസ് റിപ്പോർട്ട് പ്രകാരം യുക്രൈനിൽ നിന്നും പലായനം ചെയ്തത് 6 മില്യൺ ജനങ്ങളാണ്. കുടിയൊഴിപ്പിക്കപ്പെട്ടതാകട്ടെ 4 മില്യണും. യുദ്ധം ആരംഭിക്കുന്നത് ഫെബ്രുവരി 4-നാണ്. അന്നു മുതലുള്ള കണക്കെടുത്താൽ യുദ്ധത്തിന് മുമ്പുള്ള ജനസംഖ്യ 4-ൽ 1 കുറഞ്ഞിരിക്കുന്നു. അതായത് നിലവിലെ യുക്രൈനിലെ ജനസംഖ്യ 10 മില്യൺ മാത്രമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുമായി ഒത്തുചേരുവാനുള്ള യുക്രൈന്റെ നീക്കമായിരുന്നു റഷ്യയെ യുക്രൈനെതിരെ തിരിക്കുവാൻ കാരണമായത്. സോവിയറ്റ് വിപുലീകരണത്തെ തടയാൻ ഭാഗികമായെങ്കിലും സ്ഥാപിതമായ നാറ്റോയിൽ ചേരുവാനുള്ള യുക്രൈന്റെ പരസ്യ പ്രസ്താവന അടക്കം ഈ യുദ്ധത്തിന് കാരണമായിട്ടുണ്ട്. യുക്രൈന്റെ ഏകദേശം 1/5 ഭാഗമാണ് റഷ്യ ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഡോൺബോസ് പ്രദേശത്തിന്റെ ഭൂരിഭാഗവും അസോവ് തീരപ്രദേശവും മുഴുവനായും ഉൾപ്പെടുന്നു. സംഘട്ടനത്തിന്റെ തുടക്കത്തിൽ റഷ്യൻ സൈന്യം ഭൂപ്രദേശത്തിന്റെ ഭൂരിഭാഗവും പിടിച്ചെടുത്തിരുന്നു. എന്നാൽ യുക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രത്യാക്രമണങ്ങൾ പിന്നീട് റഷ്യൻ അധിനിവേശത്തെ മന്ദഗതിയിലാക്കി. ആക്രമണങ്ങളിൽ മരിയുപോൾ പോലുള്ള മുൻനിര നഗരങ്ങൾ നശിപ്പിക്കപ്പെടുകയും പലതും വാസയോഗ്യമല്ലാതായി തീരുകയും ചെയ്തു. 2023 അവസാനത്തോടെ യുക്രൈനിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം $152 ബില്യൺ ലോകബാങ്കിന്റെയും മറ്റ് സംഘടനകളുടെയും വിലയിരുത്തലുകൾ പ്രകാരം യുക്രൈനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെങ്കിൽ ഏകദേശം $486 ബില്യൺ ചിലവ് വരും. യുദ്ധത്തോടെ യുക്രൈന്റെ ഊർജ്ജ മേഖലയും ധാന്യ കയറ്റുമതിയും തടസ്സപ്പെട്ടതോടെ വ്യാവസായിക ആവശ്യങ്ങളോടൊപ്പം ആഗോള ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും ഇത് കാര്യമായി ബാധിച്ചു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന്റെ സാമ്പത്തിക ആഘാതത്തിൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ, കയറ്റുമതി കുറയ്ക്കൽ, വർദ്ധിച്ചുവരുന്ന സൈനിക ചെലവ് എന്നിവ ഉൾപ്പെടുന്നുണ്ടെങ്കിലും മോസ്കോ സൈനിക പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നത് തുടരുന്നതുകൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയെ ബാധിച്ചിട്ടില്ല. എന്നാൽ യുദ്ധമുഖത്തേക്ക് റഷ്യയ്ക്ക് സഹായവുമായി ഉത്തര കൊറിയ സൈനികരെ ഇറക്കിയതോടെ യുദ്ധത്തിന്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റം വന്നിരിക്കുകയാണ്. യുഎസിന്റെ ഈ നീക്കത്തിന് പിന്നാലെ ഉത്തര കൊറിയയുടെ വിദേശകാര്യമന്ത്രി ചോംസൺ ഹുയ് മോസ്കോയിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത് റഷ്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആയിരുന്നുവെന്നാണ് പാശ്ചാത്യ ശക്തികളുടെ ആരോപണം. ഇതിനിടെ യുഎസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയിൽ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിൽ യുക്രൈനുമേൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ എടുത്തുമാറ്റുകയും ചെയ്തു. യുക്രൈൻ യുദ്ധമുഖത്ത് റഷ്യയ്ക്കൊപ്പം ഉത്തര കൊറിയ സൈനികരെ വിന്യസിച്ച നീക്കത്തിന് പിന്നാലെയാണ് യുക്രൈൻ സഹായകരമായ യുഎസിന്റെ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. പാശ്ചാത്യ ശക്തികൾ ഇരുഭാഗങ്ങളിൽ നിന്നും ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്നതോടെ യുദ്ധത്തിന്റെ രൂപവും ഭാവവും മാറി കൂടുതൽ കലുഷിതമാകുമോ? അതോ ട്രംപിന്റെ വരവോടെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ.